പ്രതീക്ഷകളെന്ന് പറയുന്നത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതിനെയാണ് പ്രതീക്ഷ, ഹോപ്പ് എന്ന് പറയുന്നത്. ഈ പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്ന ആ ഒരു എലിമെൻറ്റിനെ മാറ്റി ജീവിതത്തിനകത്തേക്ക് അഷ്വറൻസ് അല്ലെങ്കിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഒരിക്കലും പാകപ്പിഴവുകൾ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ഞാൻ അമിതമായി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഞാൻ 100% പ്രതീക്ഷിക്കുകയാണ് അത് നടക്കും എന്ന് ഉറപ്പോടുകൂടെ ഞാൻ ഒരു കാര്യത്തെ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്, പ്രതീക്ഷിക്കുകയാണ്. അതിനെയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ആ കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് വിഷമം വരാം, നിരാശ വരാം, ഉത്കണ്ഠ വരാം, സാഡ്നെസ് വരാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷയുമായിട്ട്, ഹോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എലിമെൻസ് ആണ്. എന്നാൽ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ചിന്താഗതി എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ്. അതായത് നമ്മുടെ മനസ്സിനകത്തിട്ട് തന്നെ ആ കാര്യത്തെ നടന്നു എന്നോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനാണ് ഈ ഓപ്റ്റിമിസ്റ്റിക് ചിന്ത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കാറ് മേടിക്കണം. സോ ആ കാറ് മേടിക്കാനായിട്ട് രണ്ട് തരത്തിലുള്ള ചിന്താഗതികൾ എനിക്ക് വെക്കാം. ഒന്ന്, ഞാൻ എപ്പോഴെങ്കിലും ഒരു കാറ് മേടിക്കും എന്നുള്ള ഒരു നെഗറ്റീവ് വൈബിൽ വെക്കാം. അതുള്ളതെങ്കിൽ എനിക്ക് കാറ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കാം. അതല്ല, മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാറ് മേടിക്കണമെന്നുള്ള ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ചില ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യും. സോ ശരിക്കും ഇതാണ് ആവശ്യം. കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയല്ല, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമല്ല, കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടെ ചെയ്യുന്നതാണ് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് ഒരിക്കലും നിരാശ വരില്ല. അല്ലെങ്കിൽ നമുക്ക് ആ കാര്യത്തെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡുകളെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുകയും അത് നമ്മൾ ട്രൈ ചെയ്യുകയും അതിലൂടെ നമുക്കത് സ്വായത്തമാക്കാനും സാധിക്കും. സോ ഈ രീതിയിൽ നമ്മുടെ ചിന്താഗതി ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ജീവിതത്തിനകത്ത് നിരാശ ഉണ്ടാകാതെ, പ്രയാസങ്ങളുണ്ടാകാതെ മുമ്പോട്ട് പോകാൻ ഏറ്റവും ഉത്തമം. ഒന്നുകൂടെ പറയാം, ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ മാറ്റിയിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം, ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക.